ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് സാറ്റർഡേ ആയിരുന്നു. അന്ന് ഞാൻ ജോലിക്ക് പോകണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, ലീവ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ആ സമയത്ത് എന്തോ എനിക്ക് അന്ന് എന്തായാലും അറ്റൻഡ് ചെയ്യണം, വേറൊരു ദിവസം ലീവ് എടുക്കണം എന്ന് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അന്ന് സെക്കൻഡ് സാറ്റർഡേ ആയിട്ടും ജോലിക്ക് പോയി. ഞാൻ കുറേ പേഷ്യൻസിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ക്ലിനിക്കിൽ തന്നെ. അപ്പോൾ ഒരമ്മ 54 വയസ്സോളം പ്രായം, വളരെ ഹൈ ഷുഗറായിട്ട് എൻ്റെ അടുത്തേക്ക് വരികയുണ്ടായി. ഞാൻ റിപ്പോർട്ട് നോക്കിയിട്ട് ചോദിച്ചു, എന്ത് പറ്റി അമ്മ ഇത്രയധികം കൂടാൻ? ഫാസ്റ്റിംഗ് ഷുഗർ തന്നെ ഒരു 384ഓളം ഉണ്ടായിരുന്നു. പക്ഷേ ശേഷമുള്ള ഷുഗറാണെങ്കിൽ അതിലും കൂടുതലായിരുന്നു, 480ഓളം ഷുഗർ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അമ്മ ഒരു മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി അമ്മ ഇത്രയധികം ഷുഗർ കൂടാനായിട്ട് എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് എൻ്റെ കയ്യിലേക്ക് പിടിക്കുകയാണ്, മാഡം ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്തിരുന്ന ആളല്ലേ എന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, അതെ തീർച്ചയായിട്ടും ഞാനവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ അറിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് മാസ്ക് മാറ്റിയപ്പോഴാണ് വളരെയധികം മെലിഞ്ഞിരിക്കുന്ന അമ്മ. വളരെ സുന്ദരിയായിട്ടുള്ളൊരു അമ്മയായിരുന്നു, വളരെയധികം മെലിഞ്ഞിട്ടുണ്ട്. അതേസമയം വളരെ ക്ഷീണവും വളരെ ദുഃഖം നിറഞ്ഞൊരു മുഖമാണ് ഞാനവിടെ കാണാനിടയായത്. അമ്മ എൻ്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് പറഞ്ഞു, മാഡം നിങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഈ 2 കണ്ണുകൾ നഷ്ടമാവില്ലായിരുന്നു എന്നോട് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് എനിക്കുണ്ടായൊരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു കൺസൾട്ടേഷൻ കൊടുത്ത് 10 വർഷം മുമ്പ് കൺസൾട്ടേഷൻ കൊടുത്തിരുന്ന ആളാണ്. അതിനുശേഷം അവർ വീണ്ടും ഞങ്ങൾക്ക് പിന്നെ ട്രാൻസ്ഫർ ആയിപ്പോയി. അതിനുശേഷം വീണ്ടും അവിടെ ഹോസ്പിറ്റലിൽ തന്നെ പോയി കാണിക്കുകയുണ്ടായി. പക്ഷേ ഡോക്ടേഴ്സ് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഡയറ്റും ലൈഫ്സ്റ്റൈലും നോക്കിയാൽ മതി, ഡയറ്റ് ശ്രദ്ധിച്ചാൽ മതി, നോർമലാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നീട് അമ്മ ഫാസ്റ്റിംഗ് ഷുഗർ മാത്രം നോക്കി തുടങ്ങി. ഫാസ്റ്റിംഗ് ഷുഗർ നോക്കുന്ന സമയത്ത് അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അമ്മ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ആ നോക്കുന്നൊരു പ്രോസസ്സ് പിന്നീട് അത് കുറച്ച് കൊണ്ടുവന്നു. അതിനിടയിൽ അവരുടെ ഹസ്ബൻഡ് മരിക്കാനിടയായി. അതിനിടയിലുള്ള ജീവിത പ്രാരാബ്ദം, 2 പെൺകുട്ടികളെ മാരേജ് ചെയ്ത് കൊടുക്കണം, അങ്ങനെയുള്ളൊരു തത്രപ്പാടിനിടയിൽ പിന്നീട് അവർ നോക്കുന്നത് വളരെയധികം കുറഞ്ഞു പോയി. അങ്ങനെ കുറഞ്ഞു പോയ സമയത്ത് എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും അവർക്ക് വീണ്ടും നോക്കാനൊരു ടെൻഡൻസി ഇല്ലാതായി. എല്ലായ്പ്പോഴും ഡോക്ടറും പറയുന്നത് കുഴപ്പമില്ല, നോർമലായിട്ട് ശ്രദ്ധിച്ചാൽ മതി എന്നുള്ള കാര്യമാണ്. പിന്നീട് ഫാസ്റ്റിംഗ് ഷുഗർ നോക്കുന്നത് പോലും ഇല്ലാതായി, റെഗുലറായിട്ടുള്ള ഒരു ഫോളോ അപ്പ് ഇല്ലാതായി. പിന്നീട് ഈ 10 വർഷത്തിന് ശേഷമാണ് ഞാൻ അമ്മയെ കാണുന്നത്. അപ്പോൾ അമ്മ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, കറക്റ്റായിട്ടൊരു ഫോളോ അപ്പ് അവിടെ ചെയ്തിരുന്നില്ല. നമ്മൾ എല്ലാ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ചെയ്യുന്നൊരു കാര്യമാണ്, സ്വന്തം കാര്യങ്ങൾ മറ്റ് ഫാമിലിയുടെ മെമ്പേഴ്സിൻ്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു മാറ്റിവെക്കൽ അവിടെ ഉണ്ടായത് കൊണ്ടാണ്, അല്ലെങ്കിൽ വീണ്ടും നമ്മളെ കണക്ട് ചെയ്യാനായിട്ട് അന്നൊരു ഫോളോ അപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം അവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്കൊരു ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായതെന്ന് ഞാൻ മനസ്സിലാക്കുകയും, പിന്നീട് ഞാൻ എൻ്റെ പേഷ്യൻസിന് ഒരിക്കൽ കൺസൾട്ടേഷൻ കൊടുത്ത പേഷ്യൻസിന് ഒരു ഡയറ്റും ലൈഫ് സ്റ്റൈലും ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ പേഴ്സണൽ നമ്പർ കൊടുത്തു തുടങ്ങി. അപ്പോൾ ആ പേഴ്സണൽ നമ്പർ കൊടുക്കുമ്പോൾ പലപ്പോഴും അവർ ഏത് സമയത്താണെങ്കിലും അവരുടെ പെയിൻ പോയിന്റ് വളരെയധികം കൂടുതലാണ്. കാരണം വളരെ ഷുഗർ കൂടുന്ന സമയത്ത് ഇന്നത് കഴിക്കാൻ പാടില്ല എന്നുള്ള സംശയം കൊണ്ട് അവരെപ്പോൾ വേണമെങ്കിലും വിളിക്കാം. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഞാനൊരാളാണ് ഇതെല്ലാം അറ്റൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും എനിക്കത് ഭയങ്കരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയുണ്ടായി. ആ സമയത്ത് എനിക്കെന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം തോന്നി. എങ്ങനെയാണ് അവരെ ഒരു സൊല്യൂഷനിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും? ഇത്രയും ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല, ഇപ്പോൾ പുറത്തുള്ളവരും ഉണ്ടാവും. അപ്പോൾ ആ സാഹചര്യത്തിൽ അവരെ എങ്ങനെ ഒരു ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാം, എങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അവർക്കൊരു സൊല്യൂഷൻ കൊടുക്കാം, ഞാൻ ഭയങ്കര ഹെറ്റിക്കായി പോയി തുടങ്ങി. അപ്പോൾ ആ സമയത്ത് കൃത്യമായിട്ടുള്ളൊരു സൊല്യൂഷൻ കൊണ്ടുവരാനും, അതുപോലെ തന്നെ കേരളത്തിലും പുറത്തുള്ളവർക്ക് ഇത്തരം ഡയറ്റിനെ കുറിച്ചും ലൈഫ് സ്റ്റൈലിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കാനുമായിട്ടാണ് ഞാൻ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണെങ്കിലും മറ്റുള്ളവരെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടായിട്ടും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത്. ഇതുപോലെ പ്രമേഹ രോഗവുമായിട്ടോ മറ്റെന്തെങ്കിലും ജീവിതശൈലി രോഗവുമായിട്ടോ പ്രശ്നമുള്ളവർ ഒരു ഡയറ്റീഷ്യൻ, ക്ലിനിക്കലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റീഷ്യൻ സർവീസ് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, ഇത്രയും വർഷത്തിൽ എൻ്റെ എക്സ്പീരിയൻസിൽ 21 വർഷത്തിൽ കൂടുതലായി ഉള്ള എക്സ്പീരിയൻസിൽ 13 വർഷത്തിൽ കൂടുതലായി ഞാൻ ജീവിതശൈലി രോഗവിഭാഗമാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡയറ്റും ലൈഫ് സ്റ്റൈലും വഴി ഡയബറ്റിക്കിനെ പ്രിവെൻറ്റ് ചെയ്യാനും റെമിഷനിലേക്ക് കൊണ്ടുപോകാനും അതുപോലെ തന്നെ ടെൻഷൻ ഫ്രീ ആയിട്ട് മാനേജ് ചെയ്യാനും ഞാൻ ശ്രമിച്ചു. ഒരുപാട് പേരിലേക്ക് അതിൻ്റെ നന്മ എത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്, ഒരു സൊല്യൂഷൻ ആവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് അവർക്ക് ഏറ്റവും അധികം വിഷമം ഉണ്ടാകുന്നത്. ആ ഇംപ്ലിമെൻറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു ചലഞ്ച് പ്രോഗ്രാമിലേക്കൊക്കെ കൊണ്ടുവന്നുകൊണ്ട് 1 മാസം കൊണ്ട് തന്നെ അവരുടെ വലിയ രീതിയിലുള്ള ടെൻഷൻ കുറയ്ക്കാനും മാറ്റത്തിലേക്ക് കൊണ്ടുവരാനും റെമിഷനിലേക്ക് പോകാൻ വരെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റ് കോംപ്ലിക്കേഷൻ ഉള്ളവരാണെങ്കിലും ആ കോംപ്ലിക്കേഷൻ എല്ലാം തന്നെ ഏത് സ്റ്റേജിലാണോ നിൽക്കുന്നത്, കണ്ണിനെ ബാധിച്ചവരാവാം, കിഡ്നിയെ ബാധിച്ചവരാവാം, ഹൃദയത്തിനെ ബാധിച്ചവരാവാം, എങ്കിലും അവരെ ആ ഒരു കോംപ്ലിക്കേഷൻ
പ്രോഗ്രസ് ചെയ്യാതെ കൊണ്ടുപോകാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും അത്തരത്തിലൊരു കോംപ്ലിക്കേഷനിലാണ് ഉള്ളതെങ്കിൽ തീർച്ചയായും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള ഹെൽപ്പാണ് ആവശ്യം. അവർ അമിതവണ്ണം കൊണ്ട് ഡയബറ്റിക് കൂടുന്നവരാണ്, ടൈപ്പ് 2 ഡയബറ്റിക്കാർ. അവർ ആ വെയിറ്റ് കുറയ്ക്കുമ്പോൾ തന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ അത് റിമിഷനിലേക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതിന് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു.